രാഹുലെ, കുണ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇപ്പൊ UDF-ന്റെ പ്രതിനിധിയായിട്ട് PC വിഷ്ണുനാഥും LDF-ന്റെ SL സജികുമാറും NDA സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമാണ് മത്സരിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതലും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമാണ് കുണ്ടറ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് താരമൊക്കെ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. BJPക്ക് ഒരുപാട് സ്റ്റാർ കാൻഡിഡേറ്റ് ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഒരു സെലിബ്രിറ്റി മത്സരം, സീരിയൽ താരങ്ങൾ, സിനിമാ താരങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് താരം അല്ലറിയൊക്കെ ഇങ്ങനെ വിളിച്ചു വന്നിരുന്ന ആളിപ്പോ കാണാനില്ല എന്നാണ് മറ്റൊരു കാര്യം. കിടപ്പിലാണ്, ഇടയ്ക്ക് ആശുപത്രിയിൽ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുണ്ട്രയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത് PC വിഷ്ണുനാഥാണ്. അദ്ദേഹം വീണ്ടും മത്സര രംഗത്തേക്ക് വരികയാണ്. PC വിഷ്ണുനാഥിനെ സംബന്ധിച്ച് നേരത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് നിൽക്കുന്ന മണ്ഡലത്തിൽ അധികം നിൽക്കാതെ, ചെങ്ങന്നൂരായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് മത്സരിച്ചത്. അന്ന് അവിടെ അധികം നിൽക്കാതെ, മണ്ഡലം നോക്കാതെ രാഷ്ട്രീയം കളിച്ചു പോയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കുണ്ട്രയിലേക്ക് എത്തുമ്പോൾ കുണ്ട്ര മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കുണ്ട്രയിലെ വികസന പ്രവർത്തനങ്ങൾ, അത് പ്രധാനമായും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുണ്ട്ര എന്ന് പറയുന്ന ഒരു LDF മണ്ഡലമാണ്. അപ്പോൾ LDF മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും മേഴ്സിക്കുട്ടിയമ്മ, MA ബേബി, അതേപോലുള്ള വലിയ സീനിയർ LDF-ന്റെ നേതാക്കന്മാർ മത്സരിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. 2016 മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കുമ്പോൾ 30,460 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ മേഴ്സിക്കുട്ടിയമ്മ 2021 മത്സരിക്കാൻ വരുമ്പോഴാണ് 4,523 വോട്ടുകൾക്ക് അവിടെ PC വിഷ്ണുനാഥ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അട്ടിമറി വിജയമായിരുന്നു യഥാർത്ഥത്തിൽ 2021 സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും അവിടെ PC വിഷ്ണുനാഥ് വിജയിക്കുമെന്നൊരു ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. കാരണം LDF മണ്ഡലത്തിൽ നിന്നും UDF ആക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ LDF ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക എടുത്തിട്ട് ഈ പദ്ധതി എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് തുക പല പഞ്ചായത്തുകൾക്കായിട്ടും പല പദ്ധതികൾക്കായിട്ടും മാറ്റിവെച്ചു. സ്വാഭാവികമായിട്ടും ഇടക്കാലങ്ങളിൽ വാർത്തയിൽ നമ്മൾ കണ്ടതാണ്, വിചിത്രമായിട്ട് ചില പഞ്ചായത്ത് ഓഫീസുകൾ കണ്ടു എന്ന് പറഞ്ഞു. അതായത് MLA-യുടെ ലൈറ്റ്, ഇപ്പോൾ PC വിഷ്ണുനാഥ് MLA ഒരു ലൈറ്റ് കൊടുക്കുകയാണ്, സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് വേണ്ട, MLA-യുടെ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട. MLA ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുകയാണ്, ആംബുലൻസ് കൊടുക്കുകയാണ്, MLA-യുടെ ആംബുലൻസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന അത്രയ്ക്ക് കടുത്ത ഒരു LDF അതായത് LDF കോട്ടയായിട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളും അവിടെ ഉണ്ട്. അവിടുത്തെ പഞ്ചായത്തുകൾക്കൊന്നും MLA-യുടെ വികസന പ്രവർത്തനമൊന്നും വേണ്ട. എന്തുകൊണ്ടാണ്? അടുത്ത തവണ MLA വികസനമൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ പോലും അവിടെ ഏറ്റവും കൂടുതലും CPM എടുത്തു കാണിക്കാൻ നിൽക്കുന്നത് ഒരു ചിറയൽ കുളം എന്ന് പറയുന്നൊരു കുളമുണ്ട്. കുളം നവീകരണത്തിനായിട്ട് MLA ഇത്ര രൂപ മാറ്റിവെച്ചു, 50 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് MLA എന്താണെങ്കിലും അദ്ദേഹം ഇത്രയും കാലം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള പദ്ധതികളുടെ രൂപരേഖയും അതിനു വേണ്ടിയിട്ടുള്ള പൈസ മാറ്റിവെച്ചതും ഇലക്ഷൻ ആകുമ്പോൾ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കും. സ്വാഭാവികമായിട്ട് UDF അത്തരത്തിലൊരു പത്രിക എത്തിക്കുമ്പോഴാണ് ആ പത്രിക കാണിച്ചിട്ട് ഇതെവിടെയാണ് എന്ന് പറഞ്ഞിട്ട് പുറകിലത്തെ കുളം കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുളം നവീകരിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ LC സെക്രട്ടറി വന്നിട്ടാണ് അത് മുടക്കിയത്. അവസാനം LC സെക്രട്ടറി വന്നിട്ട് അത് മുടക്കി, കാര്യങ്ങൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി, കേസായി. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സാഹചര്യത്തിൽ അവിടെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് വീണ്ടും പണി തുടങ്ങാൻ നേരത്ത് അതിൻ്റെ കോൺട്രാക്ടർക്ക് സ്ട്രോക്ക് വന്നു, പുള്ളി വീണു. സ്വാഭാവികമായിട്ട് അത് നവീകരിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ഭരണസമിതി വരുമ്പോൾ എന്താണെങ്കിലും ആ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന് അത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന കോൺട്രാക്ടറെ കിട്ടുന്നില്ലെങ്കിൽ ആ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അടിച്ച് കോൺട്രാക്ട് സെറ്റ് ചെയ്തതാണ്. മുദ്രപത്രത്തിൽ എഴുതിയ ഒരു സാധനമാണ്. സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്ടറെ മാറ്റണമെങ്കിൽ പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷം മാത്രമേ അടുത്ത കോൺട്രാക്ടറെ വെക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് കുണ്ട്രയിലെ പല പദ്ധതികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. കൊല്ലം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു മണ്ഡലമാണ് കുണ്ട്ര എന്ന് പറയുന്നത്. ഇപ്രാവശ്യവും കഴിഞ്ഞ തവണ അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ PC വിഷ്ണുനാഥ് വാങ്ങിച്ച വോട്ട് 76,405 വോട്ടാണ്. അവിടെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയത് 71,882 വോട്ടുകളാണ്. അവിടെ NDA കിട്ടിയത് 6,100 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും 4,523 വോട്ടുകൾക്ക് അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ആക്ഷേപം എന്ന് പറയുന്നത് BJP-യുടെ വോട്ടുകൾ ഇവിടെ പോയി, അല്ലെങ്കിൽ NDA-യുടെ വോട്ടുകൾ അവിടെ പോയി. ആ NDA-യുടെ വോട്ടുകൾ വാങ്ങിച്ചിട്ടാണ് PC വിഷ്ണുനാഥ് വിജയിച്ചത് എന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 2016 നോക്കുകയാണെങ്കിൽ 2016 മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് 79,047 വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു മത്സരിച്ചത്, നമ്മുടെ UDF-ന്റെ സീനിയർ നേതാവാണ്. 48,587 വോട്ടുകളാണെന്ന് വാങ്ങിച്ചത് അദ്ദേഹം.
അവിടെ BJP അന്നുണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് NDA അന്നുണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് 20,257 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ഘടകകക്ഷികൾക്കാണ് കൊടുത്തതെങ്കിലും 20,000 വോട്ടിൽ നിന്നും 6,100 വോട്ടുകളിലേക്ക് വരുമ്പോൾ ബാക്കി പോയ വോട്ടുകൾ അത് BJPയുടെ വോട്ടുകളാണ്, അത് PC വിഷ്ണുനാഥ് വാങ്ങിച്ചാണ് എന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും നോക്കിക്കാണുന്നത് PC വിഷ്ണുനാഥ് ഇതിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയ വലിയ മാധ്യമ പ്രവർത്തകരെല്ലാം നടത്തുന്ന സാറ്റലൈറ്റ് സർവേകളുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളുടെ സർവേ, ഇപ്പോൾ 24 അല്ലെങ്കിൽ റിപ്പോർട്ടർ, അങ്ങനെ അറിയപ്പെടുന്ന വലിയ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന സർവേ, ആ സർവേയിലും പറയുന്നത് കുണ്ടറയിൽ PC വിഷ്ണുനാഥ് തന്നെയായിരിക്കുമെന്നാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാളും കൂട്ടുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് PC വിഷ്ണുനാഥ് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു, കാരണം ഈ LDF മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് അവിടെ LDF തന്നെയാണ്. വേറെ ആരും മത്സരിച്ചാലും വിജയിക്കത്തില്ല. അപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് തോന്നും, ഞങ്ങൾ എന്ത് ചെയ്താലും അവർ ഞങ്ങൾക്കേ വോട്ട് ചെയ്യത്തുള്ളൂ, ഞങ്ങളുടെ പാർട്ടി ശക്തമാക്കിയാൽ മതിയല്ലോ, വികസനം ഒന്നും വേണ്ട, പാർട്ടി ശക്തമായാൽ മതി, വോട്ട് ചെയ്യുമ്പോൾ പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണത്. ഇനി എന്തെല്ലാം കൊള്ളരുതായ്മ അവരോട് ചെയ്തു കഴിഞ്ഞാലും ഈ ബൂത്തിൽ കുത്താൻ ചെല്ലുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ അത് അങ്ങോട്ട് പോവും, അതിൽ കുത്തും. സ്വാഭാവികമായിട്ട് നമ്മൾ പല കാലങ്ങളും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതലും CPM-നെതിരായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടുണ്ട്, അതേപോലെ തന്നെ പിണറായി വിരുദ്ധത കൃത്യമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന സമയത്ത് ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എതിരെയായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നില്ല, കോടികളുടെ അഴിമതിയാണ് അതിൽ ആരോപിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ LDF അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെയാണ് ഇറക്കിയിരിക്കുന്നത്. SL സജികുമാർ എന്ന് പറയുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും LDFന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വലിയ നേതാക്കന്മാർ മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്നും ഒരു സാധാരണക്കാരനെ ഇറക്കിക്കൊണ്ട് PC വിഷ്ണുനാഥിനെ, അതായത് നാട്ടിലെ വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം LDF മുന്നണി കരുതുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ PC വിഷ്ണുനാഥ് തന്നെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അവിടുത്തെ CPM തന്നെയാണ് അവിടുത്തെ വികസനത്തിനെതിരെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. പല തവണയായിട്ട് പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ശ്രദ്ധേയമായിട്ടുള്ള വാർത്തകളാണ്. വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും MLA സമരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം, MLA സമരം ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. സ്വാഭാവികമായിട്ടും കടുത്ത ഇടതുപക്ഷ ചിന്താഗതി പുലർത്തുന്ന കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ട് വികസനം മുരടിച്ചു പോയൊരു മണ്ഡലമായിട്ട് കുണ്ടറ മാറുന്ന സാഹചര്യത്തിലാണ് PC വിഷ്ണുനാഥ് വരുന്നത്. അദ്ദേഹം കൊണ്ടുവരുന്ന റെയിൽവേ മേൽപ്പാലമാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കണക്ട് കുണ്ടറ എന്ന് പറയുന്ന വലിയൊരു പദ്ധതി, അവിടുത്തെ യുവാക്കൾക്കും ജോലി സംബന്ധമായിട്ട് യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയൊരു പദ്ധതി. ഇപ്പം നമുക്കറിയാം, കൊച്ചി പോലുള്ള വലിയ കേന്ദ്രങ്ങൾ നടക്കുന്ന യുവാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന IT സെക്ടർ പോലെ വലിയ പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. എന്താണെങ്കിലും അതെല്ലാം വോട്ട് ബാങ്കായി മാറുമെന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്.